കഥ സ്വപ്നദ്വീപ്. രചന വിനോദ് ശ്രീധർ ആനേറ. അവതരണം ഗോപികാരംഗൻ പഴവീട്. സ്വപ്നദ്വീപ്. സ്വർണത്താൾ തീർത്ത കൊട്ടാരത്തിൽ അവിടെവിടെയായി തിളങ്ങുന്ന രത്നക്കല്ലുകൾ. സ്വപ്നദ്വീപിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന പാൽപ്പുഴയുടെ വലിപ്പം സമുദ്രത്തിനോളം. അമൃത് ചുരക്കുന്ന ഫലവൃക്ഷങ്ങൾ. സ്വപ്നദ്വീപിലെത്തിയാൽ ഇതെല്ലാം നിനക്ക് സ്വന്തം. മണിദ്വീപിലേക്ക് പോകാൻ വഞ്ചി തുഴയുന്ന അവളോട് ഇളം കാറ്റ് പറഞ്ഞു. മണിദ്വീപിൽ എനിക്കായി ഒരു കൊച്ചു വീടൊരുങ്ങുന്നുണ്ട്. അവൾ പറഞ്ഞു. മണിദ്വീപ് പോലും മണിദ്വീപ്, ദരിദ്രനാരായണന്മാർ മാത്രം വാഴുന്ന നാട്. നാണമല്ലേ നിനക്ക് അങ്ങോട്ട് പോകാൻ? രാജകുമാരിയെപ്പോലെ സൗന്ദര്യമുള്ള നീ കഴിയേണ്ടത് കൊട്ടാരത്തിൽ തന്നെ. കാറ്റ് അവളെ വിടുന്ന മട്ടില്ല. പെണ്ണെ, നീ ഈ കാറ്റിനെ വിശ്വസിക്കരുത്. കടലിൽ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണിവൻ. നിനക്ക് പോകേണ്ടത് മണിദ്വീപിലേക്കല്ല, നിന്നെ ഞാൻ എത്തിക്കാം, തുഴ അവളോട് പറഞ്ഞു. അവൾ ധർമ്മസങ്കടത്തിലായി. ഏത് വേണം, മണിദ്വീപോ സ്വപ്നദ്വീപോ? മണിദ്വീപിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അമ്മ പറഞ്ഞത് അവൾ ഓർത്തു. മോളെ, നിന്റെ സൗന്ദര്യത്തിനും നമ്മുടെ അന്തസ്സിനും നീ സ്വപ്നദ്വീപിലേക്ക് പോകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അവിടെ വലിയ നിധിയാണ് നിന്നെ കാത്തിരിക്കുന്നത്. അമ്മ എന്തു പറഞ്ഞാലും ഞാൻ മണിദ്വീപിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. എന്തായാലും യാത്ര അങ്ങോട്ടേക്ക് തന്നെ. എന്നാൽ അതിന്റെ ഫലവും നീ തന്നെ അനുഭവിച്ചു, അമ്മ ദേഷ്യത്തോട് പറഞ്ഞു. അമ്മയുടെ ഉപദേശമോർത്ത് ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു. എനിക്ക് സ്വപ്നദ്വീപ് മതി. അരുത്, അബദ്ധം കാട്ടരുത്. മണിദ്വീപാണ് നിന്റെ സ്വന്തം. മറ്റൊന്നും നീ വിശ്വസിക്കരുത്. തുഴ പിന്നെയും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ പറയുന്ന നിന്നോടുള്ളതിനേക്കാൾ വിശ്വാസം എനിക്ക് കാറ്റിനോടുണ്ട്, എൻ്റെ അമ്മയോടുണ്ട്. ഞാൻ സ്വപ്നദ്വീപിലേക്ക് പോകുന്നു. എന്നെ അവിടെ കാത്തിരിക്കുന്നത് നിധിയാണ്, നിധി. വഞ്ചിക്കാരന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തുഴയുകയല്ലാതെ നിനക്കെന്തറിയാം? സ്വന്തമായി ഒന്നും ചെയ്യാനറിയാത്ത നീയാണോ എന്നെ ഉപദേശിക്കുന്നത്? അവൾ അമർഷത്തോട് പറഞ്ഞു. തുഴ എന്തെങ്കിലും പറയും മുമ്പേ അവൾ അത് വലിച്ചെറിഞ്ഞു. വെള്ളത്തിൽ മുങ്ങി താഴുമ്പോഴും തുഴ വിളിച്ചു പറഞ്ഞു. പെണ്ണെ, നീ ഒരിക്കലും കാറ്റിനെ വിശ്വസിക്കരുത്. അത് കേൾക്കാൻ നിൽക്കാതെ കാറ്റ് അവളെയും കൊണ്ട് വേഗത്തിൽ നീങ്ങി. വഞ്ചിയുടെ വേഗത കൂടുന്തോറും അവൾ ഓർത്തു, ആ തുഴയും തുഴഞ്ഞു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പകുതി പോലും എത്തിയില്ലായിരുന്നു. കാറ്റൊരു ഭയങ്കരം തന്നെ. വഞ്ചി ഏകദേശം നടുക്കടലിലെത്തി. വഞ്ചിക്ക് വേഗതയില്ല. അല്ല, ഇത് അനങ്ങുന്നില്ലല്ലോ. കാറ്റെവിടെ പോയി? അവൾ അന്വേഷിച്ചു. പെട്ടെന്ന് കാറ്റ് വന്നു. അവൾ ചോദിച്ചു. കാറ്റേ, നീ എവിടെ പോയിരുന്നു? ഞാൻ ഭയന്നുപോയി. നിനക്ക് ഭയമോ? നീയൊരു ധൈര്യശാലി എന്നാണ് ഞാൻ കരുതിയത്. നിനക്ക് ആകെയുള്ള തുണയായ ആ തുഴയും നീ വലിച്ചെറിഞ്ഞപ്പോൾ നിന്നിൽ ഞാൻ കണ്ടത് ഒരു തന്റേടമുള്ള പെണ്ണിനെയാണ്, കാറ്റ് അല്പം ഗൗരവത്തോട് പറഞ്ഞു. കാറ്റിന്റെ ഭാവം മാറുന്നത് അവൾ തിരിച്ചറിഞ്ഞു. കരയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ താൻ അനുഭവിച്ച ശാന്തതയും സൗമ്യതയും ഇപ്പോൾ ഇല്ല. അവൾ പറഞ്ഞു. ശരി, എന്തായാലും നീ എന്നെ എത്രയും വേഗം സ്വപ്നദ്വീപിലെത്തിക്ക്. എനിക്ക് ദ്വീപിലെ മായക്കാഴ്ച കാണാൻ കൊതിയായി. എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാണ്? നിന്നെ സ്വപ്നദ്വീപിൽ എത്തിക്കലല്ല എന്റെ ജോലി. ഞാൻ നിന്റെ ആജ്ഞാനുവർത്തിയുമല്ല, കാറ്റ് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു. ഇത്തവണ കാറ്റിന്റെ രൗദ്രതയിൽ വഞ്ചി ആടിത്തുടങ്ങിയിരുന്നു. കാറ്റിന്റെ അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിൽ ഭയം വേട്ടയാടി തുടങ്ങിയ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീയല്ലേ സ്വപ്നദ്വീപിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് എന്നെ ഈ നടുക്കടലിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ നിന്നെ സ്വപ്നദ്വീപിൽ എത്തിക്കാമെന്ന് പറഞ്ഞെന്നോ? ഒരിക്കലുമില്ല. സ്വപ്നദ്വീപ് എന്ന മായിക ലോകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞെന്നത് നേര്. അത് കേട്ട് എന്നോട് കൂടെ പോരാൻ ഞാൻ പറഞ്ഞു. ഞാൻ വേറെ വഴിക്കാണ്. നിനക്ക് സ്വപ്നദ്വീപിലേക്ക് പോകണമെങ്കിൽ നീ തനിയെ പോവുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എന്റെ ജോലി നിന്നെ സ്വപ്നദ്വീപിൽ എത്തിക്കുകയല്ല. നീ ചതിയനാണ്. എന്നെ നീ വഞ്ചിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അനാവശ്യമായി എൻ്റെ മേൽ പഴിചാരരുത്. ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ ഈ വഞ്ചി ഞാൻ തകർത്ത് കളയും, ഓർത്തോളൂ, കാറ്റ് ദേഷ്യത്തോട് പറഞ്ഞു. നിന്നെ വിശ്വസിച്ച് എന്നും എൻ്റെ തുണയായിരുന്ന തുഴയാണ് ഞാൻ വലിച്ചെറിഞ്ഞത്. അവൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഉറപ്പില്ലാത്തൊരു നിധിയുടെ വ്യാമോഹം എൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച അമ്മയും എന്നെ ചതിച്ചു. എങ്ങലടിച്ച് കരയുന്നതിനിടയിൽ അവൾ പറഞ്ഞു. നിന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി നീ മാത്രമാണ്. എന്നും നിനക്ക് തുണയായിരുന്നവനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഉപേക്ഷിച്ച നിനക്ക് ഈ ദുർഗതി വിധിഹിതമാണ്. അനുഭവിക്കുക. എനിക്ക് സമയമായി, ഞാൻ പോകുന്നു. അത് പറഞ്ഞ് കാറ്റ് അകലേക്ക് പോയി. നടുക്കടലിൽ തുഴയില്ലാത്ത വഞ്ചിയിലിരുന്ന അവളുടെ നിലവിളി തനിക്കെന്നും തുണയായിരുന്ന തുഴയെ ഓർത്ത് അവൾ ഒഴുക്കിയ കണ്ണുനീരിനോടൊപ്പം കടലിന്റെ ഓളങ്ങളിൽ അലിഞ്ഞില്ലാതായി. അപ്പോഴും കടൽപ്പരപ്പിൽ ഒഴുകി നടന്ന തുഴ അവളെ തേടുകയായിരുന്നു. ഒരിക്കലും തമ്മിൽ കാണാത്തത്രയും അകലത്തിൽ അവർ വേദനയോടെ ഒഴുകി നടന്നു. കഥ ഇവിടെ പൂർണ്ണമാകുന്നു.